രാഹുൽ ഗാന്ധി ഇപ്പോൾ കൽപ്പറ്റയിലേക്ക് മൂപ്പനാർ ഹെലിപ്പാഡിൽ നിന്നും കൽപ്പറ്റയിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രാമധ്യയാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതിനായി നൂറുകണക്കിന് UDF പ്രവർത്തകരാണ് റോഡിൻ്റെ ഇരുവശവും തടിച്ചുകൂടിയിരിക്കുന്നത്. പ്ലക്കാർഡുകളും ബലൂണുകളും ഉയർത്തിയാണ് രാഹുൽ ഗാന്ധിയെ വരവേൽക്കുന്നത്. റോഡ് ഷോയിലൂടെയാണ് രാഹുൽ ഗാന്ധി കലക്ട്രേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുക. അതേസമയം തന്നെ LDF സ്ഥാനാർത്ഥി ആനി രാജയും ജില്ലാ കലക്ട്രേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും ആനി രാജയും ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം ACC ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ട്. ഭൂരിപക്ഷം 5 ലക്ഷം കടത്തും എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയെ UDF പ്രവർത്തകർ വരവേൽക്കുന്നത്. അതേസമയം തന്നെ ആനി രാജ അല്പം മുമ്പ് പറഞ്ഞത് 1 വോട്ടിനാണെങ്കിൽ 1 വോട്ടിന് ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താൻ വയനാട്ടിലെത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. 6-ാം തീയതി UDYF-ന്റെ നേതൃത്വത്തിൽ സ്ട്രീറ്റ് വിത്ത് രാഹുൽ ഗാന്ധി എന്ന പ്രചാരണ പരിപാടിയും UDF സംഘടിപ്പിക്കുന്നുണ്ട്. റോഡ് ഷോ ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, രമേശ് ചെന്നിത്തല, VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇതിനകം തന്നെ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതിനുമായി ഹെലിപ്പാഡിൽ എത്തിയിരുന്നു. മൂപ്പനാട് പഞ്ചായത്തിലെ തലക്കൽ ഗ്രൗണ്ടിലാണ് അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത്. 11 മണിയോടുകൂടി പുതിയ സ്റ്റാൻഡിൽ നിന്ന് റോഡ് ഷോയ്ക്ക് തുടക്കം കുറിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അല്പം വൈകുന്നുണ്ട് കാര്യങ്ങൾ, എങ്കിൽ പോലും വലിയ നിലയിലുള്ള ജനക്കൂട്ടം UDF പ്രവർത്തകർ ഇതിനകം തന്നെ രാഹുൽ ഗാന്ധിയെ വരവേൽക്കുന്നതിനായി എത്തിച്ചേരും. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപനത്തിന് ശേഷം 12 മണിക്ക് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി പത്രികാ സമർപ്പണം പൂർത്തിയാക്കുക. ആനി രാജ 10 മണിക്ക് കളക്ട്രേറ്റിലെത്തുമെന്നായിരുന്നു കരുതിയിരുന്നത്. അല്പം വൈകി. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയുടെ അവസാന മിനുക്കുപണിയിലാണ് ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പൂർത്തിയായതിനു ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി ജില്ലാ കളക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ദീപക് മലയമ്മ തുടരുന്നുണ്ട് നമ്മോടൊപ്പം. ദീപക്, രാഹുൽ ഗാന്ധിക്ക് ആവേശകരമായ സ്വീകരണമാണ്. പ്രവർത്തകരോട് നമുക്കിപ്പോൾ തൽക്കാലം കൊടിയെക്കുറിച്ചൊന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവർ ചെറിയ തോതിൽ അത് പ്രകോപനപരമായി കാണുന്നുണ്ട്, പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. ഏതായാലും ദീപക് കാണേണ്ടത് അവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട്, ആവേശകരമായ ജനക്കൂട്ടമാണ്, UDF പ്രവർത്തകരാണ്. മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ തന്നെയും ആവേശകരമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വരവേൽക്കുന്നതിനെത്തിയത്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട 3ാമത്തെ മണ്ഡലമാണ് വയനാടെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ആണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ക്ലെയിം ഇല്ല. അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ മണ്ഡലത്തിൽ ഇപ്പോൾ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരാജയ ഭീതിയോ അങ്ങനെയൊന്നും തന്നെ UDF-നെ സംബന്ധിച്ചില്ല. മുൻപുണ്ടായിരുന്ന ഭൂരിപക്ഷം അത് 5 ലക്ഷത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ നേതൃത്വത്തിന് അത്രത്തോളം പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മുൻപ് സംസാരിക്കുമ്പോൾ അത്രത്തോളം കണ്ട വലിയ പ്രതീക്ഷ UDF നേതൃത്വം അങ്ങനെ പങ്കുവെക്കുന്നത് പൊതുവെ കാണുന്നില്ല. എന്തായാലും ഒരു മത്സരം എന്നുള്ള നിലയിലേക്ക് ഇത്തവണ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള പ്രതീതി ജനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ LDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്ന് UDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പൂർണ്ണമായും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ തന്നെ ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നതോടുകൂടി തന്നെ ഒരു മത്സര ചിത്രം വ്യക്തമായതാണ്, ഏറെക്കുറെ വ്യക്തമായതാണ്. പിന്നീടാണ് രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും മത്സരിക്കാനുള്ള തീരുമാനം വരികയും ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യ മുന്നണിയിൽ ഉള്ള 2 കക്ഷികൾ തമ്മിൽ അത്തരത്തിൽ മത്സരം വേണമോ എന്നൊക്കെ ചോദ്യം ഉയർന്നിരുന്നെങ്കിൽ പോലും UDF പ്രവർത്തകർ ആ കാര്യത്തിൽ കൃത്യമായി ചോദിക്കുന്നത് കാര്യം സിറ്റിംഗ് MP ആണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇടമാണ് എന്ന് അറിയാവുന്നതുമാണ്. അവിടേക്ക് എന്തിനാണ് ആനി രാജ വന്നത് എന്നുള്ള മറു ചോദ്യമാണ് UDF ക്യാമ്പിൽ നിന്ന് ചോദിക്കുന്നത്. അതേസമയം തന്നെ ഒരു വിസിറ്റിംഗ് MP എന്നുള്ള നിലയിലേക്ക് രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ആണോ വിജയിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും LDF ക്യാമ്പ് ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരിടത്തു നിന്ന് ഇവിടേക്ക് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം UDF ക്യാമ്പ് ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിലേക്ക് ഈ മണ്ഡലം മാറിയതോടുകൂടി പിന്നീട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ എത്തിക്കാനുള്ള ശ്രമം BJP നടത്തുകയും K. സുരേന്ദ്രൻ ഇവിടെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ആനി രാജ ആദ്യഘട്ടത്തിൽ എത്തിയതിന് പിന്നാലെ തന്നെ 2 റൗണ്ട് മണ്ഡല പര്യടനം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. വലിയ കോൺഫിഡൻസ് ലെവൽ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. UDF-നെ സംബന്ധിച്ച് ഇതുവരെ പ്രചാരണം ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലും പൂർണ്ണമായും 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയെങ്കിലും സ്ഥാനാർത്ഥി മണ്ഡലത്തിലേക്ക് എത്തിയില്ലല്ലോ എന്നുള്ള ഒരു ആകുലതയുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഒരു വിഷമമുണ്ടായിരുന്നു. ആ വിഷമം ഇന്ന് പൂർണ്ണമായും മാറുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയും ഇവിടെ എല്ലാ പ്രവർത്തകരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് റോഡ് ഷോ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ വലിയ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കൽപ്പറ്റയിൽ തുടക്കമിടുകയാണ്. പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം
നമുക്കറിയാം. മൈനോറിറ്റി വോട്ടുകൾ അടക്കം കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ യാതൊരു തരത്തിലും ഭീതിയില്ലാതെ തന്നെ ഒരു UDF കാൻഡിഡേറ്റിന് നിൽക്കാൻ നിലവിൽ സാധിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ കേവലം ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക, ഒപ്പം തന്നെ ഈ പത്രികാ സമർപ്പണം പൂർത്തിയാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ KC വേണുഗോപാൽ, ദീപദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ കൂടി എത്തുമ്പോൾ, കനയ്യകുമാർ അടക്കമുള്ള നേതാക്കൾ കൂടി എത്തുമ്പോൾ അത് സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഒരു മാസ് ക്യാമ്പയിന്റെ തുടക്കം കുറിക്കൽ എന്നുള്ള അർത്ഥത്തിൽ കൂടി UDF കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മത്സരം അത് വലിയ തരത്തിൽ അലട്ടുന്നില്ല UDF പ്രവർത്തകരെ. രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുക, ഒരു തവണയെങ്കിലും എത്തി പൂർണ്ണമായും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുക എന്നുള്ളത് മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് പൂർണ്ണമായും UDF ക്യാമ്പിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ 4,30,000 എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് അത് 5 ലക്ഷത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. LDF ക്യാമ്പിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി തന്നെ തുടർന്ന് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ ഭൂരിപക്ഷം കുറയ്ക്കുക, UDFന്റെ ഭൂരിപക്ഷം താഴേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി LDF ക്യാമ്പ് പൂർണ്ണമായും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഇടതു വോട്ടുകളിൽ ചിലതെങ്കിലും രാഹുൽ ഗാന്ധിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം പൂർണ്ണമായും ഇത്തവണ ഇല്ലാതാക്കുക, ആനി രാജയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ ഭൂരിപക്ഷം കുറയ്ക്കാമെന്ന് LDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. അതേസമയം തന്നെ NDA കഴിഞ്ഞ തവണ BDJS മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിനേക്കാൾ അല്പം കൂടി ഭൂരിപക്ഷം ഉയർത്താം എന്നുള്ള നിലയിലേക്ക് NDA ക്യാമ്പ് കൂടി കണക്കുകൂട്ടൽ നടത്തുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റ് രണ്ട് മുന്നണികളും ശ്രമിക്കുന്നത്. പക്ഷേ ആ ശ്രമങ്ങളെ പൂർണ്ണമായും പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് UDF ദീപക് മലയാമയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ദീപക്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഒരു വെയിലിൽ. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നു. അവർ റോഡ് ഷോ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ട്. ഈ ഒരു ആവേശത്തിലായിരിക്കും UDF പ്രവർത്തകർ. അവരോട് നമുക്ക് പരമാവധി സംസാരിക്കാൻ ശ്രമിക്കാം.